നമസ്കാരം, ഞാൻ പരമേശ്വരൻ നമ്പൂതിരി. ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം. ഈ വരുന്ന ഒക്ടോബർ മാസത്തിലെ മൂലം, പൂരാടം, ഉത്രാടം കാല ധനുക്കൂറുകാരുടെ ചന്ദ്രാനുള്ള ഫലത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കുന്നത്. ജ്യോതിഷത്തെ ബഹുമാനിക്കുന്നവർക്കും വിശ്വസിക്കുന്നവർക്കും വേണ്ടി മാത്രമായാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നതിനാൽ ജ്യോതിഷത്തിൽ വിശ്വാസമില്ലാത്തവർ ദയവ് ചെയ്ത് ഈ വീഡിയോ കാണരുത്. അതേപോലെ തന്നെ ഗ്രഹങ്ങളുടെ സ്ഥിതിക്കനുസരിച്ച് നല്ല ഫലങ്ങളെ സൂചിപ്പിക്കും, മോശഫലങ്ങളെയും സൂചിപ്പിക്കും. മോശഫലങ്ങളെ അറിയുവാൻ താല്പര്യമില്ലാത്തവരും വീഡിയോ കാണേണ്ടതില്ല. എന്തായാലും ധനുക്കൂറുകാർക്ക് ഈ വരുന്ന ഒക്ടോബർ മാസത്തിൽ 17-ാം തീയതി വരെ 10-ലാണ് സൂര്യൻ. അതിനുശേഷം 11-ലേക്ക് വരും. 10-ൽ നിൽക്കുമ്പോഴും 11-ൽ നിൽക്കുമ്പോഴും സൂര്യനെ കൊണ്ട് വളരെ ഗംഭീരമായിട്ടുള്ള ഫലത്തെയാണ് പറയുന്നത്. 17-ാം തീയതി വരെ സൂര്യൻ 10-ൽ നിൽക്കുമ്പോൾ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതായിട്ടുള്ള ഫലം, ജോലി ആഗ്രഹിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ കാലയളവിൽ പ്രത്യേകിച്ച് ശ്രമിച്ചോളൂ. അവർക്ക് അവരാഗ്രഹിക്കുന്നതായിട്ടുള്ള ആ ജോലി ലഭിക്കുവാനായിട്ടുള്ള നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു. പല വിധത്തിൽ ദ്രവ്യലാഭം ഉണ്ടാവുക, ധനലാഭം ഉണ്ടാവുക, ചെയ്യുന്ന കാര്യങ്ങൾക്ക് നല്ല ഫല അനുഭൂതിയായിട്ട് വരിക, കർമ്മസിദ്ധി വന്നു ചേരുക, കാര്യവിജയം വന്നു ചേരുക, ധനലാഭം ഉണ്ടാവുക. അപ്പോൾ ഒരു പരിധിവരെ ഈ 9-ലും 8-ലും ഒക്കെ നിൽക്കുന്നതായിട്ടുള്ള ആ സൂര്യനെ കൊണ്ട് കഴിഞ്ഞ മാസമൊക്കെ പറയുവാനായിട്ടുള്ള ഇടയിലുള്ള ഫലത്തേക്കാൾ അവരനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ധനുക്കൂറുകാർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ആ മോശഫലങ്ങൾക്ക് ഒരു പരിധിവരെ മുക്തി വന്നു ചേരുന്നൊരു കാലയളവാണ് ഈ വരുന്ന ഒക്ടോബർ മാസം. 17-ാം തീയതിക്ക് ശേഷം സൂര്യൻ 11-ലേക്ക് വരുമ്പോൾ 10-ൽ നിൽക്കുന്നതായിട്ട് സൂര്യനെ കൊണ്ട് പറയുന്നതായിട്ടുള്ള നല്ല ഫലത്തെ ഒരു പരിധിവരെ കുറച്ചും കൂടി കൂടുതൽ നല്ല ഫലത്തെയാണ് 11-ലേക്ക് സൂര്യൻ വരുമ്പോൾ. നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള പലവിധേന വ്യാധികളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നുമൊക്കെ നല്ല രീതിയിൽ തന്നെ മോചനം വന്നു ചേരുന്നൊരു കാലയളവിനെയാണ് സൂചിപ്പിക്കുന്നത്. 10-ൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് ജോലി സംബന്ധമായിട്ട് പ്രമോഷൻ ലഭിക്കുന്നൊരു നല്ല ഫലത്തെയും സൂചിപ്പിക്കുന്നുണ്ട്. 11-ൽ സൂര്യൻ നിൽക്കുമ്പോൾ വ്യാധി വിനാശം വന്നു ചേരുക. നമ്മൾ എത്രയൊക്കെ ദുരിതങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ പോലും ആ ദുരിതങ്ങൾക്കെല്ലാം ശമനം വന്നു ചേരുക. രോഗങ്ങളുണ്ടായിരുന്നുവെങ്കിൽ ആ രോഗങ്ങൾക്ക് ശമനം വന്നു ചേരുക. ഐശ്വര്യം വന്നു ചേരുക. ധനലാഭം ഉണ്ടാവുക. കർമ്മസിദ്ധി വന്നു ചേരുക. ജോലി സംബന്ധമായിട്ടൊക്കെ പ്രമോഷൻ ലഭിക്കുക. വളരെ നല്ല ഫലമാണ് 10-ൽ നിൽക്കുമ്പോഴും 11-ൽ നിൽക്കുമ്പോഴും ധനുക്കൂറുകാർക്ക്. 20-ാം തീയതി വരെ ചൊവ്വ 7-ലാണ്. അതിനുശേഷം 8-ലേക്ക് വരും. 7-ൽ നിൽക്കുമ്പോഴും 8-ൽ നിൽക്കുമ്പോഴും ചൊവ്വയെ കൊണ്ട് അത്ര ഗുണാനുഭവത്തെ അല്ല സൂചിപ്പിക്കുന്നത്, നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത്, മോശഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. 20-ാം തീയതി വരെ 7-ൽ നിൽക്കുമ്പോൾ ഭാര്യാഭർത്തൃ കലഹം വന്നു ചേരുക. കുടുംബത്ത് കലഹം ഉണ്ടാകുന്നത് നിങ്ങൾക്കും എനിക്കും ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ലല്ലോ. അപ്പോൾ ഒരു പരിധിവരെ ഈ കലഹം വന്നു ചേരുന്നത് നമ്മളുടെ വാക്കുകൾ നിമിത്തമാണെന്ന് മനസ്സിലാക്കി നല്ല വാക്കുകൾ സംസാരിക്കുവാനായിട്ട് ശ്രമിക്കുക. അനാവശ്യമായിട്ടുള്ള തർക്കങ്ങൾ ഒഴിവാക്കുക. അനാവശ്യമായിട്ട് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ തന്നെ ഇടപെടാതിരിക്കുക. അതേപോലെ തന്നെ കണ്ണിലും ഉദരത്തിലും വ്യാധി വന്നു ചേരുക. ഉദരവ്യാധി എന്ന് പറയുന്നത് വൈറസ് സംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങളാണ് എന്ന് മനസ്സിലാക്കി ശുദ്ധമായിട്ടുള്ള ഭക്ഷണം ശ്രദ്ധിച്ച് കഴിക്കുവാനായിട്ട് ശ്രമിക്കുക. 20-ാം തീയതിക്ക് ശേഷം 8-ലേക്ക് ചൊവ്വ വരുന്നത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട്. വാഹനം ഉപയോഗിക്കുമ്പോൾ ഒരു ശ്രദ്ധ വേണം, പ്രത്യേകിച്ചൊരു ശ്രദ്ധ വേണം. അതേപോലെ തന്നെ അപമാനം ഉണ്ടാവാനായിട്ടുള്ള ഒരു ഫലത്തെയും സൂചിപ്പിക്കുന്നുണ്ട്. 8-ൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് അപമാനം ഉണ്ടാവുന്നത് നിങ്ങൾക്കും എനിക്കും ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അപമാനം ഉണ്ടാവാനായിട്ടുള്ള സൂചന ഉണ്ടെന്ന് മനസ്സിലാക്കി അതേപോലെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ തന്നെ സ്വയം ചെന്ന് പെടാതിരിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. മനോദുരിതങ്ങൾ വന്നു ചേരുന്ന ഒരു ഫലത്തെയും സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ 7-ലാണെങ്കിലും 8-ലാണെങ്കിലും ധനുക്കൂറുകാർക്ക് ചൊവ്വയെ കൊണ്ട് അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കി പ്രത്യേകിച്ച് ഭദ്രകാളി ഭഗവതിയെ നല്ല രീതിയിൽ തന്നെ മനസ്സിലെത്തി പ്രാർത്ഥിക്കുക. കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ, ഈ ലളിതങ്ങളായിട്ടുള്ള സ്തോത്രങ്ങളൊക്കെ ജപിച്ചോളൂ. ഈ മോശഫലങ്ങളെ നമുക്ക് ഒരു പരിധിവരെ ഇല്ലാതാക്കുവാനായിട്ട് സാധിക്കും. കാരണം നാമസങ്കീർത്തനം യസ്യ സർവ്വപാപത്രനാശനം എന്നാണ് പറയുന്നത്. നമ്മളുടെ കലികാലത്ത് നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ആ ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നാമജപം അല്ലാതെ ഇതിൽ പരം വേറെ ലളിതമായിട്ടുള്ളൊരു മറ്റൊരു മാർഗ്ഗവും ഇല്ല എന്നർത്ഥം. അപ്പം നാമം ജപിച്ചാൽ എല്ലാത്തിനും പരിഹാരമാകുമോ എന്ന് ചോദിക്കുന്നവരുണ്ടാവും. ഉണ്ടാവും, സംശയമില്ല. കാരണം ഒരു രോഗദുരിതം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഡോക്ടറെ കണ്ടു, മരുന്ന് വാങ്ങി കഴിച്ചു കഴിഞ്ഞാൽ ആ രോഗം ഇല്ലാതാവില്ലേ എന്ന് പറയുന്നത് പോലെ തന്നെയുള്ളൂ ഇതും. നമ്മളത് ചെയ്തു കഴിഞ്ഞാൽ നമ്മളിലേക്ക് അത് വരില്ല. അതുപോലെ തന്നെ ധനുക്കൂറുകാർക്ക് 10-ലും 11-ലുമായിട്ടാണ് ബുധസ്ഥിതി. 10-ൽ നിന്ന് കഴിഞ്ഞാലും 11-ൽ നിന്ന് കഴിഞ്ഞാലും ബുധനെ കൊണ്ട് വളരെ നല്ല ഫലത്തെയാണ് പറയുന്നത്. 10-ാം തീയതി വരെയാണ് 10-ൽ, അതിനുശേഷം 11-ലേക്ക് വരും. 10-ാം തീയതി വരെ 10-ൽ നിൽക്കുമ്പോൾ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതായിട്ടുള്ള ഫലം, ജോലി സംബന്ധമായിട്ടൊക്കെ പ്രമോഷൻ വന്നു ചേരുക. പ്രത്യേകിച്ചും ശത്രുപരമായിട്ടുള്ള ഒരു ഉപദ്രവങ്ങളും നമ്മളിലേക്ക് വന്നു ചേരാത്ത കാലയളവിനെ സൂചിപ്പിക്കുന്നു. പലവിധങ്ങളായിട്ടുള്ള സൗഭാഗ്യങ്ങൾ അനുഭവിക്കുക, കർമ്മസിദ്ധി വന്നു ചേരുക, ലൗകികങ്ങളായിട്ടുള്ള സുഖങ്ങൾ അനുഭവിക്കുക, ധനലാഭം ഉണ്ടാവുക. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഫലമാണ് 10-ൽ നിൽക്കുന്ന ബുധനെ കൊണ്ട്. 11-ലേക്ക് ബുധൻ വരുമ്പോഴും നല്ല രീതിയിൽ തന്നെ വാക്മാധുര്യം ഉണ്ടാവുക, നമ്മളുടെ വാക്കുകളെ മറ്റുള്ളവർ ഇഷ്ടപ്പെടുക, ബഹുധനലാഭം. കുടുംബസ്ഥർക്കാണെന്നുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് നല്ല ഭർത്താവിനോടും കുട്ടികളോടും ഒക്കെ കൂടി സുഖമായിട്ട് വസിക്കുക.
പുരുഷന്മാർക്കാണെന്നുണ്ടെങ്കിൽ നല്ല ഭാര്യയോടും സന്താനങ്ങളോടും ഒക്കെ കൂടി സുഖമായിട്ട് വസിക്കുക, കാര്യവിജയം വന്നു ചേരുക, ചെയ്യുന്ന കാര്യങ്ങൾക്ക് നല്ല ഫലം അനുഭവത്തിയായിട്ട് വരിക, നിപുണത വന്നു ചേരുക, സാമർഥ്യം ഉണ്ടാവുക, എല്ലാം ഗംഭീരമായിട്ടുള്ള ഫലമാണ് 10-ൽ നിന്ന് കഴിഞ്ഞാലും 11-ൽ നിന്ന് കഴിഞ്ഞാലും. പ്രത്യേകിച്ച് 11-ൽ നിൽക്കുമ്പോൾ വിദ്യാപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത് ബുധനെ കൊണ്ടായതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു. വിദ്യാർത്ഥികൾ പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ ഉന്നത വിജയം വന്നു ചേരുക, ഉദ്യോഗാർത്ഥികൾ ജോലിക്കൊക്കെ വേണ്ടിയിട്ട് ഇന്റർവ്യൂവിൽ പങ്കെടുക്കുമ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ ശോഭിക്കുവാനായിട്ട് സാധിക്കുക. എന്തായാലും ധനുക്കൂറുകാർക്ക് ബുധനെ കൊണ്ട് വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. 6-ൽ വ്യാഴം നിൽക്കുന്നത് അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത് എന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാം. പൊതുവെ ഒരു ഈശ്വരാധീന കുറവിനെ തന്നെ സൂചിപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഗുരുവായൂരപ്പനെ തന്നെ മനസ്സിരുത്തി പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ഫലത്തെ സൂചിപ്പിക്കുന്നത് സുഖസാധനങ്ങൾ ഉണ്ടായപ്പോലും ആ സുഖം അനുഭവവിദ്യയായിട്ട് വരാത്തൊരു കാലയളവിനെയാണ് പറയുന്നത്. എന്തൊക്കെയുണ്ടെന്നുണ്ടെങ്കിലും അത് അനുഭവിക്കാൻ യോഗമില്ലാത്ത അവസ്ഥ, കുറേശ്ശെ ശത്രുപരമായിട്ടുള്ള ഉപദ്രവങ്ങൾ വന്നു ചേരുക, ആധികൾ വ്യാധികൾ ഇതൊക്കെ വർദ്ധിക്കുക, സന്താനങ്ങൾ നിമിത്തം തന്നെ അരിഷ്ടത വന്നു ചേരുക, സന്താനങ്ങളെ പ്രതി ചിന്തിച്ച് മനോദുഃഖങ്ങൾ വന്നു ചേരുക. 6-ൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു ഫലം കള്ളന്മാർ നിമിത്തം തന്നെ ഉപദ്രവങ്ങൾ വന്നു ചേരുന്നൊരു ഫലത്തെ സൂചിപ്പിക്കുന്നു. അപ്പം നമ്മളുടെ പണവും വേണ്ടപ്പെട്ടതായിട്ടുള്ള രേഖകളൊക്കെ പ്രത്യേകിച്ച് സംരക്ഷിച്ചു വെക്കുക. അപ്പോൾ ഈ വ്യാഴത്തെ സൂചിപ്പിച്ച് പറഞ്ഞതായിട്ടുള്ള ഫലങ്ങൾ കുറച്ച് മോശഫലങ്ങളാണല്ലോ. പ്രത്യേകിച്ച് ഗുരുവായൂരപ്പനെ മനസ്സിരുത്തി പ്രാർത്ഥിച്ചാൽ അതിനെല്ലാം ഇല്ലാതാക്കുവാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കണം. നമ്മൾ കുടുംബത്തിൽ നിന്ന് നാമം ജപിക്കുമ്പോൾ നാരായണ എന്നുള്ള നാമം ജപിക്കുക. എല്ലാവർക്കും എപ്പോഴും ഗുരുവായൂർക്ക് പോകാൻ പറ്റിയെന്ന് വരില്ലല്ലോ. നമ്മളുടെ സമീപ പ്രദേശത്ത് ഉള്ള വൈഷ്ണവ ചൈതന്യം നിലകൊള്ളുന്നതായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം ചെയ്യാം, യഥാശക്തി വഴിപാടുകൾ കഴിക്കാം. സാമ്പത്തിക സ്ഥിതി മോശമാണെന്നുണ്ടെങ്കിൽ ഒട്ടും പരിഭ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല. മനസ്സിരുത്തി പ്രാർത്ഥിച്ചാൽ തന്നെ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം നമ്മളിലേക്ക് വന്നു ചേരും. ശുക്രൻ 11-ലും 12-ലുമായിട്ടാണ് നിൽക്കുന്നത്. 13-ാം തീയതി വരെയാണ് 11-ൽ, അതിനുശേഷം 12-ലേക്ക് വരും. 11-ൽ നിന്ന് കഴിഞ്ഞാലും 12-ൽ നിന്ന് കഴിഞ്ഞാലും ശുക്രനെ കൊണ്ട് നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. ധനധാന്യ സമൃദ്ധി വന്നു ചേരുക, ലൗകികങ്ങളായിട്ടുള്ള സുഖങ്ങൾ അനുഭവിക്കാനായിട്ടുള്ള യോഗം, കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ പുതിയ അവസരങ്ങൾ വന്നു ചേരുക, അംഗീകാരങ്ങൾ വന്നു ചേരുക, നല്ല രീതിയിൽ തന്നെ ഭാര്യ ഭർത്തൃ ബന്ധങ്ങൾ മുന്നോട്ട് പോവുക, ബന്ധു ഗുണം അനുഭവിക്കാനിട വരിക, ബന്ധു സുഖം അനുഭവിക്കുക. 13-ാം തീയതിക്ക് ശേഷം 12-ലേക്ക് വരുമ്പോഴും ധനധാന്യ സമൃദ്ധി തന്നെയാണ് പറയുന്നത്. ഇപ്പൊ വ്യാഴം കുറച്ച് അനിഷ്ടസ്ഥാനത്താണെന്നുണ്ടെങ്കിൽ പോലും 3-ലാണ് ശനി കുറച്ചു കാലമായിട്ട്. 3-ൽ ശനി നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ സർവാഭീഷ്ട സിദ്ധിയാണ് പറയുന്നത്. ഏത് കാര്യം ആഗ്രഹിച്ചാലും നമ്മളിലേക്ക് വന്നു ചേരുക, നല്ല രീതിയിൽ ആരോഗ്യം ഉണ്ടാവുക, രോഗദുരിതങ്ങളില്ലാത്ത അവസ്ഥ. അപ്പോൾ ധനുക്കൂറുകാർക്ക് ഒരു പരിധിവരെ വലിയ കുഴപ്പങ്ങളില്ലാതെയാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ ഒരു പരിധിവരെ ഈ 3-ൽ നിൽക്കുന്നതായിട്ടുള്ള ശനിയെ കൊണ്ടുള്ള ബലം കൊണ്ടാണെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. സ്വക്ഷേത്രാധിപത്യം വഹിച്ച് കുംഭത്തിലാണ് ശനി. അപ്പോൾ അതിൻ്റെ ഒരു ബലവും കൂടി ഉണ്ടെന്ന് അർത്ഥം. അപ്പോൾ എന്തായാലും ധനുക്കൂറുകാർ മറ്റു പല ഗ്രഹങ്ങളും കുറച്ച് മോശസ്ഥാനത്തുണ്ട് എന്ന് മനസ്സിലാക്കി നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാദികളും ക്ഷേത്ര ദർശനാദികളും തുടരുക. ജ്യോതിഷ സംബന്ധമായ സംശയ നിവാരണങ്ങൾക്കായി നിങ്ങൾക്ക് തന്നെ 628 220 18 72 എന്ന നമ്പറിൽ വിളിക്കാം. 9497095577 എന്ന നമ്പറിൽ വാട്സപ്പ് ഉണ്ട്. വാട്സപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജനിച്ച സമയവും സ്ഥലവും ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ അയച്ചു തരികയാണെങ്കിൽ ഗ്രഹസ്ഥിതി ഉണ്ടാക്കി ഇപ്പോൾ അടുത്ത മഹാദശയും ദശാവഹാരവും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നേരിട്ട് കാണുവാൻ ചോറ്റാനിക്കര ഭഗവതിയുടെ പടിഞ്ഞാറ് നടയിൽ ബൈപ്പാസിന് സമീപമുള്ള ജ്യോതിഷാലയത്തിൽ വരാവുന്നതാണ്. 628 220 18 72 എന്ന നമ്പറിൽ മാത്രം വിളിക്കാൻ ശ്രമിക്കുക. നന്ദി, നമസ്കാരം.